ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും പതിവ് പോലെ ഏട്ടന് പണിയുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ചോറൊക്കെ കൊടുത്തയക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഏട്ടന് കൊടുത്തയക്കുന്നത് പരിപ്പ് താളിപ്പാണ് കേട്ടോ. പരിപ്പും മുരിങ്ങക്കായും തക്കാളിയും കൊണ്ടുള്ള താളിപ്പാണ്. അപ്പോൾ അതും പിന്നെ മാന്തൾ വറുത്തതുമാണ് ഞാനിപ്പോൾ നിന്ന് കൊടുത്തു അയക്കുന്നത്. റിച്ചൂട്ടൻ ഫോണിന് വേണ്ടിയിട്ട് കരയാണ് കേട്ടോ. അവൻ ഫോണിൽ കൊച്ചു ടി വി കാണുമായിരുന്നു. അതിനിടയിൽ വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മുടെ താളിപ്പും മാന്തൾ വറുത്തതും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഏട്ടനിത് കൊടുത്ത് വിടട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏട്ടൻ റിച്ചൂട്ടനെയും കൊണ്ട് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഏട്ടൻ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ എന്നും ഇത് പതിവാണ് കേട്ടോ. റിച്ചൂട്ടനെ കൊണ്ട് എടുത്തിട്ട് ഏട്ടൻ റോഡിലേക്ക് കയറും. ഏട്ടൻ ഡ്രസ്സ് മാറ്റി കണ്ടു കഴിഞ്ഞാൽ അപ്പം കരയും. അപ്പോൾ അവനെ എടുത്തിട്ട് പുറത്തേക്ക് പോകും, റോഡിലേക്ക് പോകും. പിന്നെ ഞാൻ അവനെ അവിടെ നിന്ന് കൊണ്ടുവരിക ചെയ്യാം. റോട്ടിൽ അവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ റോട്ടിൽ അവൻ താഴെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരമായി ഞങ്ങൾ ഇവിടെ വന്നിരിക്കും. കാരണം കൊണ്ട് അവൻ അവിടെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഇറങ്ങും. പോരണില്ലേ വാടാ. അപ്പോൾ ഓരോ സ്റ്റെപ്പുമ്പോൾ കയറി ഇരിക്കവൻ. എവിടേക്കാടെ കയറിപ്പോണ്. വാ വാ വാ. അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരെയല്ലേ. അങ്ങനെ ഞാൻ ഒരുവിധം അവനെ പിടിച്ച് വാങ്ങിയിട്ട് ഞാൻ പിന്നെ ഏട്ടൻ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളിതുപോലെ റോട്ടിലേക്ക് കയറി രാവിലെ ഏട്ടൻ പണിക്ക് പോകുന്ന സമയത്ത് അവനെ കൊണ്ടുവരില്ല. പിന്നെ ആ തെരുവിലെത്തി മറയുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ഏട്ടൻ ലാസ്റ്റ് അവന് ടാറ്റ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഈ താഴെ ഫസ്റ്റ് കാണുന്ന ഷെഡ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഷെഡ്. ഏട്ടനും എനിക്കും റിച്ചൂട്ടിനും കൂടിയുള്ള ഷെഡ്. അപ്പോൾ അതിങ്ങനെ ഷെഡ് കയറ്റാൻ കാരണം നമ്മൾ ഏട്ടൻ്റെ വീട് ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നു. ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഏട്ടൻ്റെ വീട്. ആ കാണുന്ന മുകളിൽ കാണുന്ന വീടാണ് കേട്ടോ ഏട്ടൻ്റെ വീടുണ്ടായിരുന്നത്. അപ്പോൾ ലവ് മാരേജാണ്. ഏട്ടൻ്റെ ഫാമിലി ശക്തമായിട്ട് കടുത്ത എതിർപ്പിലായിരുന്നു. ഏട്ടൻ്റെ ഫാമിലി സപ്പോർട്ടേ അല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴും സപ്പോർട്ടല്ല. അവർ ഏട്ടനെ ഇപ്പോഴും ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഉള്ളത്. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഏട്ടൻ്റെ ഫാമിലി ഏട്ടനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഏട്ടൻ്റെ ഫാമിലിയിലൊരു പരിപാടിയോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും ഏട്ടനോടൊന്നും പറയില്ല. അവർ പൂർണ്ണമായിട്ടും ഏട്ടനെ ഒഴിവാക്കിയൊരു ഇതിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആ കാണുന്ന മോളുടെ വീടാണ് ഏട്ടനുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ലൈവ് മാരേജ് ആയത് കാരണം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. പിന്നെ ഏട്ടൻ അവിടെ നാട് കടത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു കഥയാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. ഇപ്പം ഞങ്ങൾക്ക് ആ വീട് വിൽക്കേണ്ടി വന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ താഴെ ഷെഡ് കെട്ടിയിരിക്കുന്നത് കേട്ടോ. ഇന്ന് ഞങ്ങൾ നെല്ല് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം നമ്മൾ റേഷനരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റേഷനരി നമുക്ക് ഒരു മാസമൊന്നും നമുക്കത് എത്തുന്നില്ല. അപ്പോൾ നമ്മൾ നെല്ല് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ അമ്മ അവിടെ നെല്ല് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. നെല്ലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അച്ഛൻ പാടത്ത് കുറച്ച് കൃഷി നടത്തുന്നുണ്ട് കേട്ടോ. അത് പാട്ടത്തിനെടുത്തിട്ടാണ് കേട്ടോ. പാട്ടത്തിനെടുത്തിട്ട് ചെറിയൊരു കൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നെല്ലാണ് കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പാട്ടത്തിനെടുത്താൽ അറിയാമല്ലോ, നമുക്ക് പകുതി അവർക്കും അതിൻ്റെ ഓണർക്കും നമ്മൾ കൊടുക്കണം, പകുതി നമുക്കും, അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയൊരു കണ്ടാണ്. അപ്പോൾ അതാണിപ്പോൾ നമ്മളിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെല്ലങ്ങനെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പുറത്ത് ടെറസിന് മുകളിൽ ഇടണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നും രാവിലെ കുരങ്ങന്മാർ വന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവർ വീണ്ടും വരും. പോയിട്ടില്ല, അവിടെ അടുത്തൊക്കെ തന്നെ ഉണ്ട് കുരങ്ങന്മാർ. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെറസിന് മുകളിൽ നെല്ലും കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പിന്നെ കുരങ്ങന്മാർ അത് ആകെ അലങ്കോലമാക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ടെറസിന് മുകളിൽ ഇടണില്ല. ഇപ്പം ഞങ്ങളുടെ ഷെഡിൽ തന്നെ ഞങ്ങൾ കൊണ്ടുപോയിടാനാണ് കേട്ടോ പ്ലാന്. അപ്പോൾ അത് അമ്മയുടെ അടുപ്പത്ത് നിന്ന് നെല്ലൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കുകയാണ് കേട്ടോ. നെല്ലൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഷെഡിനുള്ളിൽ കൊണ്ടുപോയിടണം. ഇന്നിപ്പോൾ വെള്ളം വാർന്നതിന് ശേഷം നാളെയാണ് ഇത് ടെറസിന് മുകളിലിട്ടിട്ട് ഉണക്കുള്ളൂ കേട്ടോ.
പണ്ട് കാലങ്ങളിൽ നമ്മൾ നെല്ലൊക്കെ ഉണക്കിയിരുന്നത് പരമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അത് മുറ്റത്തിങ്ങനെ വിരിച്ചിട്ട് അതിലാണ് നമ്മൾ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാവും നമുക്ക് പരമ്പൊക്കെ ആയിട്ട്. അപ്പോൾ അതിലാണ് കേട്ടോ നമ്മൾ ഈ നെല്ലൊക്കെ ഉണക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നാണ് ഇപ്പോൾ ടെറസിലൊക്കെ നമ്മൾ നെല്ലൊക്കെ ഉണക്കാൻ തുടങ്ങിയത്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ടാർപ്പായയിൽ നെല്ലൊക്കെ ഇരിക്കും. എങ്ങനെ ഇട്ടാലും ഈ കുരങ്ങന്മാർ ശല്യം കാരണം കൊണ്ട് ഇപ്പോൾ മുറ്റത്തൊന്നും നെല്ലിടാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. മുറ്റത്താണെങ്കിലും ടെറസിലാണെങ്കിലും നെല്ലിടാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ഇവിടെ കുരങ്ങന്മാരുടെ ഒരു ബഹളമായിരുന്നു. ഇപ്പോൾ നാളെ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം അപ്പോൾ നമുക്ക് ടെറസിന് മുകളിൽ നെല്ല് ഉണക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെഡിലാണ് ഇപ്പോൾ ഞാൻ മറ്റേ നെല്ല് കൊണ്ടുപോയിട്ട് ഇടുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഷെഡ്. ഒരു കൊച്ചു വീടാണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ കറണ്ട് എടുക്കാനുണ്ട്. ആകെ 2 റൂമേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുക്കളയായിട്ട് നമ്മൾ എടുത്തിട്ടൊന്നുമില്ല, 2 റൂമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു മേശ ഉണ്ട്, അതിന് മുകളിൽ തൽക്കാലം ഗ്യാസൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ നെല്ല് ഇവിടെയാണ് കേട്ടോ കൂട്ടിയിരിക്കുന്നത്. പിന്നെ നാളെ ഇത് വെള്ളം നല്ലോണം വാർന്നതിന് ശേഷം വെയിലത്തിടാനാണ് പ്ലാന്. പിന്നെ കുരങ്ങന്മാർ വരുന്നതൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കണക്കെടുത്തിട്ടാണ് ഇപ്പോൾ ഇന്നിപ്പോൾ കൂട്ടിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ വാതിലൊന്നും തുറന്നിട്ടാൽ തന്നെ നല്ല ചൂടാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അതിങ്ങനെ നല്ലോണം വെള്ളമൊക്കെ വാർന്ന് ഏകദേശം റെഡി ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.